എല്ലാവർക്കും ലതാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഗാക്ക് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് ഇട്ട മുതൽ വിളവെടുപ്പ് വരെ ഉള്ളത് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗാക്ക് ഫ്രൂട്ട് ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഇത് നല്ല പഴുത്ത ഗാക്ക് ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ചുവപ്പ് നിറമുള്ളത്. ഇതിൻ്റെ തോടിനൊക്കെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്കിത് പഴുത്ത് മുറിച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഇതിന് തോടിന് ഇത്തിരി കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഉണ്ടായി ഇത് നമുക്ക് പഴുത്ത് കിട്ടണ വരെയും ഒരു പുറത്തുനിന്നുള്ള കീടബാധ ഇതിനെ ഏറ്റിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ആകെ ഇരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം സീഡ്സ് ഒക്കെ ഇതിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും ഗാക്ക് ഫ്രൂട്ടിൻ്റെ അപ്ഡേഷൻ ഇടാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സീഡ്സ് ആയാൽ പറയണം എന്നൊക്കെ. അപ്പോൾ അത്യാവശ്യം ഉണ്ട്. മേടിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ പഴം നമ്മുടെ പാവയ്ക്കയുടെ ഒരു വർഗ്ഗത്തിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ ഗാക്കിൻ്റെ ഇലകൾക്കൊക്കെ പാവലിൻ്റെ ഇലയുടെ മണം ഒക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. പിന്നെ നമ്മൾ പാവയ്ക്ക കൊണ്ട് എന്തൊക്കെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, മെഴുക്ക് പുരട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണ പോലെ ഇതിൻ്റെ പച്ചയിൽ നമുക്ക് ചെയ്യാം. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, സിറപ്പ് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുവരെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റൊന്നും നോക്കിയിട്ടില്ല, കാരണം നമ്മൾ കടയിൽ നിന്നൊന്നും മേടിച്ചിട്ട് ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായപ്പോഴാണ് ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത്. പ്രത്യേകിച്ച് ഇതിലിപ്പോൾ എടുത്ത് പറയാൻ മാത്രമുള്ള ഒരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഗുണം കൂടുന്തോറും രുചി കുറയുമെന്നാണല്ലോ പറയാറുള്ളത്. ഞാനിതിൻ്റെ വിത്ത് ഓൺലൈനിലൂടെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 8 വിത്തായിരുന്നു ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇത് മുളച്ചു വന്നൊരു തയ്യായിരുന്നു. പക്ഷെ അതെന്തോ ഒരു ജീവി വെട്ടിയിട്ട് പോയി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നനച്ച് പിന്നെയും കൊടുത്തിരുന്നു, അത് തളിർപ്പായിട്ട് വന്ന്. 20 ദിവസത്തിനുള്ളിൽ എനിക്ക് 6 വിത്ത് മുളച്ചു. ഞാൻ 8 വിത്ത് ഇട്ടതാണ്, അതിൽ 6 എണ്ണം എനിക്ക് മുളച്ച് കിട്ടി. ആദ്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ 1 തന്നെ എനിക്ക് ഒരു തയ്യ ഉണ്ടായത് കേട്ടോ. പിന്നെയാണ് ബാക്കിയൊക്കെ ഉണ്ടായത്. ഞാനിതാ ഇതേപോലെ 2 ചട്ടിയിൽ 4 വിത്തായിട്ടാണ് വെച്ചിരുന്നത്. ഞാൻ ഈ വിത്ത് വാങ്ങിച്ചിട്ട് 24 മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ പാവിയിട്ടുള്ളത്. അതിന് ഒരു വള കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ല നമ്മളിത് പാവിയിട്ടുള്ളത്. കുറച്ച് ഇളക്കമുള്ള മണ്ണിൽ ഒരുപാട് ആഴത്തിൽ നമ്മളിത് കുഴിച്ചിടരുത്. അങ്ങനെയാണ് ഞാനിത് നട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് മണ്ണിൽ നടുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗാക്ക് ഫ്രൂട്ട് മുളച്ചിട്ട് തൈകളായി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പെട്ടെന്നുള്ള വളർച്ചയാണ്. വേഗം വള്ളി വീശി തുടങ്ങും. അപ്പോഴേക്കും നമ്മളൊരു വടിയൊക്കെ കുത്തി കൊടുത്ത്, ഇതൊന്നും പോരാ, നല്ല വലിയൊരു പന്തൽ തന്നെ ഇതിന് വേണം. കാരണം ഇത് നല്ല വള്ളികളൊക്കെ നല്ല ഉണ്ടാവുന്നതാണ്. ഞാൻ ഈ 2 ചട്ടിയിൽ 4 വിത്താണ് കേട്ടോ പാവിയത്. അതിൽ ഒരു ചട്ടിയിൽ എനിക്ക് 4 മുളച്ച് കിട്ടി. ഈ ഇപ്പുറത്തിരിക്കുന്ന ചട്ടിയിൽ എനിക്ക് 2 വിത്തേ മുളച്ചുള്ളൂ. അതിലത്തെ 1 എന്തോ വാടിപ്പോയി, എന്താണെന്നറിയില്ല. 2 എണ്ണം മുളച്ചുമില്ല. ചിലവർക്ക് ഈ ഗാക്ക് ഫ്രൂട്ടിൻ്റെ വിത്തുകൾ മുളയ്ക്കാൻ 1 മാസം, 1.5 മാസം, ചിലവർക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസം വരെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇത് ഓൺലൈനിൽ തന്നവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ 1 മാസം കഴിയും, ചിലപ്പോൾ 1.5, ചിലപ്പോൾ 3 മാസം വരെ പിടിക്കും, പേടിക്കണ്ട, അതിന് മുള വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ നേരത്തെ തന്നെ അതൊക്കെ മുളച്ചു വന്നു കേട്ടോ. 2 എണ്ണം മുളച്ച് വന്നുമില്ല. പിന്നെ അതൊട്ട് 3 മാസം കഴിഞ്ഞിട്ടും അത് മുളച്ചുണ്ടായൊന്നുമില്ല കേട്ടോ. ഞാൻ അടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കാണുന്ന പോലെ നമ്മൾ 5 ചെടിയും കൂടി എടുത്തിട്ട് ഒരു വലിയ കുഴി എടുത്തിട്ട് അതിൽ നമ്മൾ വെച്ചു. ആ സമയത്ത് നമ്മൾ കുറഞ്ഞ അളവിൽ ഉണക്കച്ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ഇട്ടു. അതുവരെ നമ്മൾ ഒരു വളവും ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗാക്ക് ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കായ ഉണ്ടായത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പോളിനേഷനെ കുറിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഗാക്ക് ഫ്രൂട്ടിൽ ആൺചെടി ഉണ്ടാവും, പെൺചെടി ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് കായ ഉണ്ടാവുള്ളൂ. ഇത് ഇപ്പോൾ ഗാക്ക് ഫ്രൂട്ടിൻ്റെ ആൺപൂവാണ് കേട്ടോ. ഇതിൽ അടിയിൽ ചെറിയൊരു എതൾ പോലെ ഉണ്ടാവുള്ളൂ. പക്ഷേ പെൺപൂവിലാണെങ്കിൽ ഇത് നമ്മുടെ വെള്ളരിയിലും മത്തങ്ങയിലൊക്കെ പൂവ് പെൺപൂവോട് കൂടി കായോട് കൂടി വരുമല്ലോ, അതേപോലെ ഉണ്ടാവുക. അത് ഞാനിതിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 8 മാസമായപ്പോഴേക്ക് ഇത്രയും വള്ളി വീശി ഇതിങ്ങനെ ആയി വന്ന അതൊന്ന് കാണിച്ചു തന്നതാട്ടോ ഞാൻ. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഈ സമയം കൊണ്ട് ഇതിൻ്റെ വണ്ണം വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ വള്ളികളൊക്കെ. ഇനി ഇതിലും കൂടുതൽ വള്ളിയൊക്കെ വണ്ണം വയ്ക്കും. കാരണം സമയം പോണതിനനുസരിച്ച് അത് വലുതായി വന്നുകൊണ്ടിരിക്കും. ഈ പൂവ് വിരിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ അതൊരു രാവിലെയൊക്കെയാണ് ഇത് വിരിയുക. അപ്പോൾ അത് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ പോളിനേഷൻ ചെയ്യണം. അപ്പോൾ അത് കാണാനുള്ള എളുപ്പത്തിന് നമ്മളൊരു ലാഡർ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതാണ് പെൺപൂവ്. ഇത് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് പെൺപൂവിൻ്റെ മൊട്ടാണ് കേട്ടോ. ഇത് നാളെ വിരിയുള്ളൂ. അപ്പോൾ നാളെയാണ് നമ്മളിതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമൊന്നുമല്ല. അത് ആർക്കും ചെയ്യാൻ പറ്റണ, ഇത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതപ്പോൾ പിറ്റേ ദിവസമായി കേട്ടോ, നമ്മുടെ പെൺപൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആൺപൂവ് വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ആൺപൂവ് എന്തായാലും ദിവസം ധാരാളം വിരിയും കേട്ടോ. പെൺപൂവ് കുറച്ച് കുറവായിരിക്കും. ഇവിടെ ഒരു ആൺപൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൺപൂവിൻ്റെ താഴെ ഒരു ഇതൾ പോലെയാണ്. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പെൺപൂവിൻ്റെ ഇതൾ ഇതപ്പോൾ ഞാൻ തൊട്ടപ്പോൾ തന്നെ അത് കൊഴിഞ്ഞു വീണു കേട്ടോ. അത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആൺപൂവ് പൊട്ടിച്ചാൽ അതിൻ്റെ ഇതളുകൾ മാറ്റണം. അതിൻ്റെ ഇതളുകൾ മാറ്റിയിട്ട് ഇതേപോലെ അത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു പൂമ്പൊടി ഉണ്ട്, ഈ മഞ്ഞ നിറത്തിലുള്ളത്. ഈ പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ കൈകൊണ്ടൊന്നും എടുക്കരുത്. ഇതേപോലെ തന്നെ ഞാൻ ഈ വെക്കുന്ന പോലെ ആൺപൂവ് ഒന്ന് ഈ പെൺപൂവിൻ്റെ പൂമ്പൊടി കൊണ്ടുപോയിട്ട് ഒന്ന് തൊടിയിച്ചു കൊടുക്കുക. അത്രയേ വേണ്ടുള്ളൂ. പിന്നെ കായ വലുതായിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ വലുതായി വന്നതാണ് ഇത്. ഇതുപോലെ പോളിനേഷൻ ചെയ്തിട്ടുണ്ടായ ഒരു കായാണ് കേട്ടോ ഇത്. ഇതിന് ഇപ്പോൾ ഒരു പച്ച ആദ്യമായി, ഇപ്പോൾ ഇളം മഞ്ഞ, ഇനിയൊരു ഓറഞ്ച് വരും. ഓറഞ്ച് നിറം വന്നതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ഇപ്പോൾ കാണാനില്ല കേട്ടോ. പിന്നെയാണിത് ചുവപ്പാവുക. പിന്നെ അത് കുറച്ച് നല്ല നിന്ന് നല്ല ചുവപ്പ് കൂടി വന്നാൽ ഇത് നല്ല പഴുക്കും. നമുക്ക് ഒന്ന് നെക്കി നോക്കിയാൽ അറിയാം കേട്ടോ. 3 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലം. ഇത് ഒരുപാട് പെട്ടെന്ന് ഇങ്ങോട്ട് നമുക്ക് പിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. നല്ല ഉറപ്പാണ് ഇതിൻ്റെ തണ്ടിന്. ഇത് നമ്മൾ കത്തിയോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നമ്മളിത് വെക്കണം. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് കാര്യമായി ഒരു പന്തലാണ്. കാരണം ഇത് 1 വർഷം 2 വർഷം നിന്നിട്ട് പോണതൊന്നുമല്ല. ഇത് വളരും തോറും ഇതിൻ്റെ വള്ളികളൊക്കെ വണ്ണം വെച്ച് വരും. അപ്പോൾ ഒരു നല്ല ശക്തമായ പന്തൽ വേണം ഇതിന്. പ്രത്യേകിച്ച് ഇതിന് ഒരു കെയറിങ്ങും ആവശ്യമില്ല കേട്ടോ. നമ്മളൊരു 3-4 മാസം കൂടുമ്പോൾ ഇത്തിരി ഉണക്ക ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം എല്ലാ ചെടികളും നനയ്ക്കണ പോലെ നനച്ചു കൊടുക്കുക. ഇതൊക്കെ അതിന് ആവശ്യമുള്ളൂ. വേറെ വലിയ പ്രത്യേകിച്ച് ഇതിന് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണങ്ങളുള്ള ഒരു പഴമാണ് കേട്ടോ. അപ്പം നമ്മൾക്കിപ്പോൾ ഇത് കടയിലൊന്നും പോയാലും വേണമെന്ന് വിചാരിച്ചാലും കിട്ടുന്നില്ല അത്. അപ്പോൾ ഒരു പന്തലൊക്കെ റെഡിയാക്കാനുള്ള ഒരു സൗകര്യവും സ്ഥലവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉള്ളവർ ഇത് ഓരോന്ന് മേടിച്ച് ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാമല്ലോ. ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ള കൂട്ടുകാർ നമ്മളതിനെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയ വിത്തുകൾ. ഇത് ഞാൻ എങ്ങനെയാണ് മണ്ണിൽ കുഴിച്ച് വെക്കുന്നതെന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കണ്ടില്ലേ, ഒരു കുനിപ്പ് പോലെ വരുന്നത്, ആ ഭാഗം നമുക്ക് മേളിലേക്ക് വരണം. ഇങ്ങനെ ഒരു കുനിപ്പ് കാണാം. അത് നമ്മൾ വിത്തെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. ആ ഭാഗമാണ് നമുക്ക് മേളിലേക്ക് വരേണ്ടത്. അപ്പോൾ ഒരുപാട് താഴ്ത്താതെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ കോവലാണ് കേട്ടോ. ഇതിപ്പോൾ നിറയെ പൂവും കായൊക്കെ ആയിട്ട് നിൽക്കണത്. ഒരുപാട് വലിയ മരമൊന്നുമല്ല. ഇതിൻ്റെ കുറേ കട്ടിങ്സ് ഞാൻ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ബാക്കി വരുന്നത് ഞാൻ നട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ 3 മാസം ആകുമ്പോഴേക്കും നിറയെ കായൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പന്തൽ പോലും ഇട്ട് കൊടുത്തിട്ടില്ല. അതിനൊന്നും ഇപ്പോൾ പോയിട്ടില്ല ഞാൻ അങ്ങോട്ട്. ഇതിൻ്റെ കൊമ്പുകളൊക്കെ അയച്ചു തന്നവർക്ക് കായൊക്കെ ആയോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇട്ടിട്ടുള്ള തന്നെയാണ് ഇതൊക്കെ ഇപ്പം നിറച്ച് കായുണ്ട്. അപ്പോൾ എല്ലാവർക്കും കായൊക്കെ ആയിച്ചെങ്കിൽ ഒന്ന് അറിയിപ്പിക്കുക. ഒരു സന്തോഷമാണല്ലോ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.